ചെങ്ങായിമാരെ നോട്ട് ദ പോയിന്റ്. ട്രാൻസ് വുമനെ കല്യാണം വെച്ചാൽ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകും, അടുത്ത തലമുറ എങ്ങനെ ഉണ്ടാവും? ഒറ്റ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഒറിജിനൽ പെൺകുട്ടികളെ കഴിച്ചിട്ട് പ്രസവിക്കാൻ പറ്റുന്ന പെൺകുട്ടികളില്ലേ? അപ്പൊ അവർക്ക് തലമുറ വേണ്ടേ? അല്ലെങ്കിൽ അവർക്ക് ജീവിതം വേണ്ടേ? അവർക്ക് ജീവിക്കണ്ടേ? അത്ര ചിന്തിച്ചാൽ മതി. എന്തൊക്കെയാടോ താനീ പറയണേ? എൻ്റെ ജാസി, കണ്ണുപൊട്ടന്മാരുണ്ടെന്ന് കരുതി നമ്മളെല്ലാവരും കണ്ണു കെട്ടി കിടക്കാൻ പറ്റുമോ? ഒരാൾ കല്യാണം കഴിക്കുന്നത് അവൻ്റെ തലമുറ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ആദ്യമേ ഒരു പെണ്ണിനെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് നോക്കി ഇവൾ പ്രസവിക്കുകയോ ഇല്ലയോ, അല്ലെങ്കിൽ ഇവന് കൊച്ചുണ്ടാവുമോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് കല്യാണം കഴിക്കാൻ പറ്റത്തില്ലല്ലോ. പറ്റുമോ? അല്ല, ജാസി അതൊന്ന് പറഞ്ഞു തന്നാൽ നല്ലതായിരിക്കും. അങ്ങനെ ഒരു നിയമം ഉണ്ടോ? അങ്ങനെ ആർക്കെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ? അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഒരാൾ കല്യാണം കഴിക്കുന്നത് അവന് മക്കളുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. എത്രയോ പെണ്ണുങ്ങളെയും എത്രയോ ആണുങ്ങളെയും മക്കളില്ലാത്തതിൻ്റെ പേരിൽ ഉപേക്ഷിച്ചിട്ടുണ്ട്. എത്രയോ പെണ്ണും എത്രയോ ആണും അവർക്ക് മക്കൾ വേണ്ട എന്ന് തീരുമാനിച്ച് അവർ ദത്തെടുത്ത് ജീവിക്കുന്നവരുണ്ട്. പിന്നെ അവൻ്റെ തലമുറയിൽ നിന്ന് ഒരു കുഞ്ഞ് വേണമെങ്കിൽ ഈ ഭാര്യയുടെ പെർമിഷനോടെ തന്നെ അവൻ്റെ തലമുറയിൽപ്പെട്ട കുട്ടികളെ പൈസ കൊടുത്ത് ഒരു പെണ്ണിനെ മേടിച്ചിട്ട് ആ പെണ്ണിൻ്റെ ഗർഭപാത്രം മേടിച്ചിട്ട് അവിടെ ഒരു കുഞ്ഞിനെ അവൻ്റെ തലമുറയെ വളർത്തുന്നവരും ഉണ്ട്, ഇല്ലേ? പിന്നെ നമ്മുടെ നാട്ടിലെ ഹോസ്പിറ്റലിൽ ഏറ്റവും കൂടുതൽ എന്താണെന്നറിയോ? IVF നടത്തുന്ന ഹോസ്പിറ്റലുകളുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടി ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന ഒരുപാട് ഹോസ്പിറ്റലുകളുണ്ട്. ഒരുപാട് ആൾക്കാർ ഇതിനു വേണ്ടി പൈസ കൊടുത്ത് ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി പ്രാർത്ഥനയോടെ, നോമ്പുകളോടെ, കണ്ണീരോടെ വർഷങ്ങൾ കൊണ്ട് കാത്തിരിക്കുന്ന ഹസ്ബൻഡിനെ വൈഫിനെ എനിക്കറിയാം. അവരാരും അല്ല കല്യാണം കഴിച്ചത് അല്ലെങ്കിൽ കുട്ടികളുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ്. അവരിപ്പോഴും കാത്തിരിക്കുന്ന അവരുടെ രക്തത്തിൽ ഒരു കുഞ്ഞിനെ മേടിക്കാൻ വേണ്ടിയിട്ടാണ്. താൻ ഇങ്ങനൊന്നും പറഞ്ഞ് സ്വന്തം ഭാഗം ക്ലിയർ ചെയ്യല്ലേ. തൻ്റെ ഒരു വീഡിയോ ഞാനിപ്പം കാണിച്ചു തരാവേ. ഇതെപ്പോൾ എടുത്തതായിരിക്കും എന്ന് ജാസിക്ക് ഓർമ്മയുണ്ടോ? താനൊരു പുരുഷനായിട്ട് ജീവിച്ച വ്യക്തിയല്ലേ. ആ ഒരു പുരുഷൻ ഇപ്പോൾ ഒരു സ്ത്രീവേഷം കെട്ടി നടക്കുമ്പോൾ എന്തെങ്കിലും ആൾക്കാർ ചോദിച്ചാൽ വായി തോന്നുന്നത് കോതയ്ക്ക് വാട്ട എന്ന് പറഞ്ഞതുപോലെ പറയാതിരിക്കുക. അത് ജാസിക്കൊരു പൈസയാണെങ്കിൽ ഓക്കെ. ജാസി നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഞാൻ ഇതൊക്കെ എൻ്റെ വരുമാനത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ ഓക്കെ, എന്നാലും കുറച്ചൊരു ഡീസൻസി കാണിക്കുക വാക്കിലും പ്രവൃത്തിയിലും, അത്രയേ ഉള്ളൂ.